സുഹൃത്തുക്കളെ, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് നന്ദി പറയുന്നത് എന്താ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ 4K സബ്സ്ക്രൈബർ ആവാനായിട്ടാണ്. അത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് 4K സബ്സ്ക്രൈബർ ആവാനായത്. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ പോത്തിനൊക്കെ എടുത്തിട്ട് ഇന്നെങ്കിൽ 3 ദിവസത്തോളമായി. നമ്മുടെ പോത്ത് എന്ത് ഫുഡാണ് കഴിക്കുന്നത്, എങ്ങനെയുണ്ട് വളർച്ച, എങ്ങനെയുണ്ട് അവരെ കെയറും കാര്യങ്ങളുള്ളത് നോക്കാനുള്ള ഒരു ചെറിയൊരു വീഡിയോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം. സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ ഈ വീഡിയോയിൽ ഇതാക്കുള്ളൂ. അപ്പോൾ ഞാനിത് മോർണിംഗ് 6 മണി ആദ്യത്തെ എൻ്റെ വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുട്ബോൾ കളിക്കാൻ പോകും. 6 മണിയായി. എനിക്ക് രാവിലത്തെ പ്രാക്ടീസ് ചെയ്യാൻ പോകണം. രാവിലെ പ്രാക്ടീസ് ചെയ്തിട്ട് പോണ വഴി ആദ്യം കടക്കണ വഴി തന്നെ നമ്മുടെ പോത്തിന് പുല്ലിട്ട് കൊടുത്തിട്ട് വേണം ഞാൻ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോയി. അപ്പോൾ ആദ്യം അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം നമുക്ക് പോത്തിന് പുല്ലിട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ രാവിലെ പ്രാക്ടീസിനുള്ള ബൂട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാഗിലാക്കുന്നുണ്ടാ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ പോത്ത് 2 നേട്ടാ രാവിലെ എനിക്കുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വൈകിട്ട് പുല്ലരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതേ പുല്ല്. അപ്പോൾ രാവിലെ പുല്ലിട്ട് കൊടുത്തിട്ട് വേണം കളിക്കാനായിട്ട് പോകാനായിട്ട്. അങ്ങനെ അതേ ഗ്രൗണ്ടിലെത്തി. പ്രാക്ടീസ് ചെയ്യാനുള്ള പിള്ളേരും ഗ്രൗണ്ടിലെത്തി. സുഹൃത്തുക്കളെ, കളി കഴിഞ്ഞു കേട്ടോ. 8 മണിയായി. കളി കഴിഞ്ഞു. ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ നേരെ ഇപ്പം വൈഫ് പോത്തിനെ ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോറും അതിൽ നമ്മൾ ചോളത്തവിടും കായത്തണ്ടും ഒക്കെ കൂടി വെട്ടി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ പോത്തിന് കൊടുക്കണം. അത് കഴിഞ്ഞാൽ പോത്തിനെ ഇടണം. അത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ഭക്ഷണം കഴിക്കുക, നേരെ വർക്കിന് പോവുക. ഇതാണ് ഇനി അടുത്ത ഡ്യൂട്ടി കേട്ടോ. കായത്തണ്ട് വെട്ടിച്ചിട്ടുണ്ട്. കായത്തണ്ട് ഇതുപോലെ ചെറുതാക്കി നുറുക്കിയതായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ ചെറുതാക്കി നുറുക്കിയത് നമ്മൾ പോത്തിനെ കൊടുക്കണം. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ പോത്തിനെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ അത് കൊണ്ടുകൊടുക്കണം കേട്ടോ. നമ്മൾ പോത്തിനേട്ടാ അപ്പോൾ അതെ കൈത്തീറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 പോത്തിൻ്റെ കൈത്തീറ്റ കൊടുത്തിട്ടുണ്ട്. ചോറും ചോളത്തവിട് കായത്തണ്ടായിട്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ആ ഗ്യാപ്പിന് എനിക്ക് ഇനി പ്രാവിന് തീറ്റിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പ്രാവിന് തീറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോയി കുളിക്കുക. കുളി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊന്ന് കെട്ടാൻ കൊണ്ടുപോകാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർക്കിന് പോകാം. ഇതാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. പുള്ളി വന്നപ്പോൾ നമ്മുടെ കുക്കി കിടക്കുന്നത്. ബാബനെ അരി മോളി വന്നിരിക്കട്ടാ. പുള്ളാരത്തിന് ഇറക്കണം. നമുക്ക് ഇറങ്ങി പൊക്കോളൂ തന്നെ കേട്ടാ. ബാ പിന്നെ കുഞ്ഞുണ്ടായിട്ടുണ്ട്. അതിൽ കുഞ്ഞുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലും കുട്ടി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചെറിയ കുട്ടികളാട്ടോ. കണ്ട ചെറിയ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ട. പിന്നെ അതെ സുഹൃത്തുക്കളെ, കണ്ട അടുത്ത കുഞ്ഞുങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങളെ കണ്ട. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ മോനെ കൊടുക്കാനായിട്ട് ഇതിനും അതുപോലെ ഈ കൂട്ടിലിരിക്കുന്നതിന് 2നും കൊടുക്കാനായിട്ട് പോവാം. ഇവരൊക്കെ മുട്ടിടാൻ വേണ്ടി ഈ കൂട്ടിലടച്ചിട്ടിരിക്കട്ടെ. ഇതേപോലെ മുട്ടിടാനായിട്ട് കണ്ട. ഒരു പുറത്ത് പോയി മുട്ടിട്ടിട്ടേ കാക്ക് കൊത്തി കൊണ്ടുപോവാ. ബാക്കിയുള്ളതൊക്കെ ഇവിടെ സെറ്റായി. ഇവര് പിന്നെ പ്രാവിനെ തീറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സമാധാനം. പ്രാവിനൊക്കെ തീറ്റിട്ട് കൊടുത്തിട്ട് ഈ നിലത്തേക്ക് ഇറങ്ങാട്ടാ. അങ്ങനെ അതേ കൂലൊക്കെ കഴിഞ്ഞ് 8:30
ചായ കുടിക്കുന്നു. അപ്പോൾ ചായക്കുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്സിൽ ബ്ലാക്ക് മുന്തിരി, അതുപോലെ തന്നെ ഈത്തപ്പഴം, പിന്നെ മാതള നാരങ്ങ, പിന്നെ ഒരു ബുൾസായി, 2 എഗ് വൈറ്റ്, ഒരു വിത്തൗട്ട് പാൽ ചായ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് വർക്കിന് പോകണം. അപ്പോൾ സുഹൃത്തുക്കളെ പോത്തിനെ കെട്ടി. അപ്പോൾ ഞാൻ പണിക്ക് പോവാണ്. ഓക്കെ, ഉടമ്പൻ്റെ ബൈ കൊടുത്ത. അങ്ങനെ സൈറ്റിലെത്തി ഞങ്ങളുടെ പണി അങ്ങോട്ട് ആരംഭിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വർക്ക് ഞങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ്രൽ ഗ്ലാസ് ഇടാനാണ് ബാൽക്കണിയിലത്തെ. ഇത്തിരി റിസ്ക് ആണെങ്കിലും എന്നാലും ആസ്വദിച്ചിട്ട് തന്നെ ഇടണത്. എല്ലാവരും കൂടിയിട്ട് ടഫാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ ഹാർഡ് വർക്ക് മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ്രൽ ഗ്ലാസ്, അതുപോലെ തന്നെ പറകോള, ഇത് എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഇതാണ് നമ്മുടെ സൈറ്റ്. നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ ഇതാണ്. ഇതിൻ്റെ കൂടുതൽ വർക്കിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ. അല്ലേ പണി കഴിഞ്ഞത് വീട്ടിലെത്തിയുള്ളൂ. തന്നെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുട്ടുണ്ട്. പോത്തിനടിക്കാൻ പോകണം. പോത്തിനെ നമ്മൾ കെട്ടി കൊടുത്തുനിന്ന് അടിക്കണം. അവിടെ നിന്ന് വെള്ളം, അതുപോലെ പുല്ലൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇന്ന് ജിമ്മിൽ പോകണമെങ്കിൽ. അപ്പോൾ ഇനി അടുത്ത പരിപാടി. അങ്ങനെ ഞാൻ ജിമ്മിലെത്തി. എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ചെസ്റ്റും ബൈസാണെന്ന് എൻ്റെ വർക്കൗട്ട് പീരീഡ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മാഷ് തന്നെയാണ് എനിക്ക് വീഡിയോസ് എടുത്തു തരുന്നത്. എല്ലാ കാര്യങ്ങളും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഈ ജിമ്മ് കഴിഞ്ഞിട്ട് വേണം ഇനി നേരെ വീട്ടിൽ. ജിമ്മ് കഴിഞ്ഞ് വീട്ടിലെത്തിയതേ നമ്മളെ നായക്കുട്ടികൾ. ഇനി ഭക്ഷണം കഴിക്കണം. അങ്ങനെ നായക്കുട്ടികളെ കളിപ്പിച്ച് ഞാൻ വീട്ടിലെത്തിയതേ പോയിട്ടിരിക്കുന്നു. ഒരായി കൊടുത്തേ വർക്കൗട്ടൊക്കെ കഴിഞ്ഞതേ പോയിട്ടിലെത്തി. ഇനി ഇത് കഴിഞ്ഞിട്ട് കുളിക്കണം. കുളി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം. കുളിയൊക്കെ കഴിഞ്ഞ് 11 മണിയായി സമയം. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. എൻ്റെ ഭക്ഷണ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഫുഡാണ് ബസുമതി റൈസും ചിക്കൻ കറിയും. പക്ഷേ എനിക്കത് കഴിക്കാൻ പറ്റിയില്ല, ഞാൻ ഭക്ഷണം കഴിച്ചില്ല. അപ്പോൾ നൈറ്റിക്ക് ആക്കി. ചിക്കനും ചപ്പാത്തിയാണ് നൈറ്റ്, പക്ഷേ ചിക്കനും അതുപോലെ തന്നെ ബസുമതി റൈസും 2 എഗ് വൈറ്റും കൂട്ടിയിട്ടാണ് ഞാൻ നൈറ്റിലത്തെ ഫുഡ് കഴിക്കുന്നത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഒറ്റൊരു ദിവസം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. അപ്പോൾ അടുത്തേക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരണമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് മുന്നേ ബൈ.